നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ ഒരു വ്യക്തിയുടെ സഹോദരിയുടെ വിവാഹത്തിന് പോകുന്നു. 2-3 സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് പോകുന്നത്. അതിലൊരാൾ ഒരു ഡോക്ടറാണ്, രണ്ടാമത്തെ ആൾ ഒരു എഞ്ചിനീയറാണ്. ഡോക്ടർ പ്രമുഖമായ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു സർജനാണ്. എഞ്ചിനീയർ ടെക്നോ പാർക്കിലെ ഒരു വലിയ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ്. ഇവർ രണ്ടുപേരും സഹപാഠികളാണ്. ഈ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ സഹോദരനും ഇവരുടെ സ്കൂൾ കാലത്തെ സഹപാഠിയാണ്. അപ്പോൾ ഇവർ യാത്ര ചെയ്ത് ഈ കല്യാണ സ്ഥലത്തെത്തി കല്യാണം ഒക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് വധൂവരന്മാരെ പരിചയപ്പെടുകയാണ്. അപ്പോൾ പെൺകുട്ടി ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. അറേഞ്ച്ഡ് മാരേജാണ്. ഈ കല്യാണം കഴിക്കുന്ന ആൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. മരിച്ചുപോയി സർവീസിലിരുന്നപ്പോൾ. ആ മരണത്തെ തുടർന്ന് ഉണ്ടായ ഒരു ആശ്രിത നിയമനം, ആ ഒരു ജോലി വഴി +2 വരെ പഠിച്ചിട്ടുള്ള ഈ മകന് ജോലി കിട്ടിയതാണ്. 27 വയസ്സുണ്ട്. കഴിഞ്ഞൊരു വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ കല്യാണ ചെക്കനെ പരിചയപ്പെട്ട ഡോക്ടറാണ് എന്നോട് ഈ അനുഭവം പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും, ഈ ഡോക്ടറും എഞ്ചിനീയറും പോയി ആ കല്യാണ ചെക്കനെ പരിചയപ്പെടുന്നു. ആദ്യം എഞ്ചിനീയറായ ആളാണ് പോയി പരിചയപ്പെടുന്നത്. അദ്ദേഹം സ്വന്തം പേര് പറഞ്ഞു. ഞാൻ ഇന്നയാളാണ്, ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ടെക്നോ പാർക്കിലാണ് ജോലി എന്ന് പറഞ്ഞപ്പോൾ ടെക്നോ പാർക്ക് എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ 8 വീട്ടിൽ പിള്ളമാരുടെ സ്ഥലം അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ 8 വീട്ടിൽ പിള്ളമാരെ കുറിച്ചൊന്നും കേട്ടിട്ടില്ലാത്ത നമ്മുടെ എഞ്ചിനീയർ സുഹൃത്ത് വിളിച്ചു. എന്താണ് ഈ പറയുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അമ്മച്ചിപ്ലാവ് ഒക്കെ അറിഞ്ഞൂടെ? അമ്മച്ചിപ്ലാവിൽ മാർത്താണ്ഡവർമ്മ പണ്ട് ഒളിച്ചിരുന്നതൊക്കെ ഓർമ്മയില്ലേ? അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ അല്ലേ? അമ്മച്ചിപ്ലാവിൻ്റെ അടുത്താണോ നിങ്ങളുടെ ഓഫീസ്? ഇങ്ങനെ സംസാരിക്കുകയാണ്. വളരെ വിചിത്രമായ സംസാരമായിട്ട് തോന്നി. കാരണം ഇന്നത്തെ ആധുനിക കാലത്ത് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു അസ്വാഭാവികതയായിട്ട് തോന്നുമല്ലോ. അപ്പോൾ എന്തായാലും ആ സംസാരം നിർത്തി പുറകെ ചെന്ന ഡോക്ടർ സുഹൃത്ത് സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹം ഡോക്ടറാണെന്ന് പറഞ്ഞു, ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പോഴും സംസാരം മാറുന്നില്ല. ചെറുപ്പക്കാരൻ, വിവാഹം കഴിച്ച വരൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ വീടും അമ്മച്ചിപ്ലാവിൻ്റെ അടുത്ത് തന്നെയാണോ? 8 വീട്ടിൽ പിള്ളമാരുടെ വീട്ടിൻ്റെ അടുത്താണോ നിങ്ങളുടെ വീട്? ഈ ഒരു വിഷയത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് നീങ്ങുന്നതേയില്ല. ഇതെന്താണ് ഇയാൾ ഈ ഒരു കാര്യം തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർക്കൊരു ഒരു കൗതുകം തോന്നി. ഈ കാര്യം എന്നോട് അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി എന്നൊരു സംഗതി. നമ്മൾ നേരത്തെ പല എപ്പിസോഡുകളിലും പലതരം അപസ്മാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നോ ഒക്കെ വൈദ്യുതി പ്രസരണം അമിതമാകുന്നത് മൂലം വരുന്ന ഒരു ചലന വൈകല്യം അല്ലെങ്കിൽ പെരുമാറ്റ വൈകല്യമാണ് അപസ്മാരം. അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന പാർശ്വഭാഗം, ടെമ്പറൽ ലോബ്, അവിടെ നിന്ന് അമിതമായിട്ട് വൈദ്യുതി പ്രസരണം വരുമ്പോൾ കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്നൊരു അപസ്മാരം വരാം. ഈ അപസ്മാരം കൃത്യമായി ചികിത്സിക്കപ്പെടാതെ, നിയന്ത്രിക്കപ്പെടാതെ ദീർഘകാലം പോയാൽ ഒരു അപസ്മാര സംബന്ധ വ്യക്തിത്വ വൈകല്യം, എപ്പിലെപ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നൊരു അവസ്ഥ വരാം. ഈ അപസ്മാര സംബന്ധ വ്യക്തിത്വ വൈകല്യത്തിന് പ്രധാനമായിട്ട് 3-4 ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, അമിതമായിട്ടുള്ള ഭക്തി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഈ തത്വചിന്ത, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളൊരു പ്രവണത. 2, എഴുതുക. ആ എഴുതുന്ന കാര്യങ്ങൾ ഒരുപാട് സമയമെടുത്ത് വലിച്ചുവാരി എഴുതുന്നതിൽ മൊത്തം ഈ പറഞ്ഞ പോലത്തെ തത്വചിന്തയും ഭക്തിയും ഒക്കെ ആയിരിക്കും. 3, ഒരു ലൈംഗിക താല്പര്യം ഇവർക്ക് പൊതുവെ കുറവായിരിക്കും. 4, വിസ്കോസിറ്റി എന്ന് പറയും. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഷയം സംസാരിച്ചു തുടങ്ങുന്നു, ആ വിഷയത്തിൽ നിന്ന് മാറാതെ ആ വിഷയത്തിൻ്റെ പ്രസക്തി അവസാനിച്ചു കഴിഞ്ഞാൽ അത് തന്നെ പിന്നെയും അതിൽ തന്നെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വരൻ പ്രകടിപ്പിച്ച ഈ ഒരു ലക്ഷണം നമ്മൾ നേരത്തെ പറഞ്ഞ വിസ്കോസിറ്റിയുടെ സൂചനയാകാൻ സാധ്യതയുണ്ട്. കാരണം വലിയ പ്രസക്തമല്ലാത്തൊരു വിഷയം പറയുകയാണ്, ആ വിഷയത്തിൻ്റെ പ്രസക്തി അവസാനിച്ച് കഴിഞ്ഞും പിന്നെ അത് തന്നെ സംസാരിക്കുകയാണ്. അത് കൗതുകത്തിന് വേണ്ടി അതൊരിക്കൽ ചോദിച്ചു എന്നുള്ള മനസ്സിലാക്കാം. പക്ഷേ അത് മിനിറ്റുകളോളം പിന്നെയും ആ വിഷയം തന്നെ സംസാരിക്കുന്നു. ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ മടി കാണിക്കുന്നത് ഈ വിസ്കോസിറ്റി എന്ന ലക്ഷണമാകാം. അതൊരു പക്ഷേ അപസ്മാര സംബന്ധമായ വ്യക്തിത്വ വൈകല്യമാകാം. ഈ വിവാഹത്തിലും അത് തന്നെ സംഭവിച്ചു. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ വിവാഹം അസാധുവായിട്ട് കോടതി പ്രഖ്യാപിക്കുന്ന അവസ്ഥ വന്നു. കാരണം ഇത് അപസ്മാരം ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ കാര്യം വിവാഹ സമയത്ത് വെളിപ്പെടുത്തിയിരുന്നില്ല. വിവാഹത്തിന് ശേഷം നേരത്തെ സൂചിപ്പിച്ച പോലെ അനിയന്ത്രിതമായ അപസ്മാരമായിരുന്നു. അതിന് കൃത്യമായ ചികിത്സയൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചികിത്സകൾ എടുക്കും, കുറച്ച് കഴിഞ്ഞ് നിർത്തും, അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു.
അത് ഈ തലച്ചോറിലെ വൈദ്യുതി പ്രസരണം അമിതമായി ഈ അപസ്മാര വ്യക്തിത്വ വൈകല്യത്തിലേക്ക് പോവുകയും അതിനെ തുടർന്നൊരു ലൈംഗിക ശേഷി കുറവ് എന്നൊരു അവസ്ഥ വരികയും ഒരു ലൈംഗിക ബന്ധം സാധ്യമാകാതെ വന്നതിനെ തുടർന്ന് ഇത് വിവാഹം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അസാധുവായിട്ട് കോടതി പ്രഖ്യാപിക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ അപസ്മാരം കൃത്യമായി തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയില്ല. അത് വളരെ ഫലപ്രദമായി ഇന്നത്തെ കാലത്ത് അപസ്മാരങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട പെരുമാറ്റ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും മരുന്നുകൾ ഉപയോഗിച്ചത് വളരെ ഭംഗിയായിട്ട് നിയന്ത്രിക്കാൻ പറ്റും. അതൊരിക്കലും ചികിത്സയിൽ ഉപേക്ഷ കാണിക്കരുത്. അത് ഒരു ഉപേക്ഷ കാണിച്ചാൽ ഈ അപസ്മാര സംബന്ധമായ വ്യക്തിത്വ വൈകല്യത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. നമസ്കാരം.